മച്ചന്മാരെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ വണാലുള്ളി ഇന്നോവ കാറിൻ്റെ ചീറ്റ് കോഡും മറ്റു കാര്യങ്ങളും മച്ചന്മാരെ. അപ്പോൾ നിങ്ങളെല്ലാവരും ആദംശയോടെ കാത്തിരുന്ന ആ ചീറ്റ് കോഡ് കിട്ടി മച്ചന്മാരെ. അപ്പം 1207 ആണ് മച്ചന്മാരെ, അതായത് 1207 മച്ചന്മാരെ നമ്മുടെ ഇന്നോവയുടെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നോവ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇന്നോവ ക്രിസ്റ്റയാണ് മച്ചന്മാരെ നമുക്ക് നമ്മുടെ ഡെവലപ്പർ നന്ദിയോടെ തന്നിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗം ഇതാണ്, സൈഡിലേക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പുറകിൽ ശകലം കൂടെ ഡീറ്റെയിലിങ് വേണമായിരുന്നു, അത്രയ്ക്ക് കേസ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ സൈഡിലും പുറകിലും കുഴപ്പമില്ല എല്ലാം, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇന്നോവ ടാക്സി അങ്ങനെ കളിക്കുന്നവർക്ക് സുഖമാണ് എന്തായാലും. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇന്നോവ ഡ്രൈവ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പഴയ ഇന്നോവ അവിടെ കൊണ്ടുപോയപ്പോൾ നമ്മുടെ ആ വാതിക്കെ പെട്ടുപോയായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ പുതിയൊരു ഇന്നോവയും കൂടെ ഫോൺ ചെയ്യിപ്പിച്ച് ഇപ്പോൾ അതിനകത്തൊന്ന് തട്ടി നോക്കി, അത് ഇറങ്ങി വരുന്ന ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ ഞാനത് പിന്നെ നമ്മുടെ ഇന്നോവ എടുത്തുകൊണ്ട് നമ്മുടെ ഇന്നോവയുടെ ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റിയും മറ്റും പരിചയപ്പെടുത്താൻ പോവുകയാണ് മച്ചന്മാരെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻഡോർ വ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട് ഔട്ട്ഡോർ വ്യൂ ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ അതേ ഈ ഇൻഡോറിൽ ഇരിക്കുമ്പോൾ നമുക്ക് പോകുന്ന സ്പീഡൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റേ ക്യാമറ സ്വിച്ച് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടില്ലായിരുന്നു എന്നാ സ്പീഡിലാണ് നമ്മുടെ വണ്ടി പോയെന്ന്. അപ്പം കൂടുതലും സ്പീഡ് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡോർ വ്യൂവിലാണ്. അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് മസ്റ്റായിട്ട് ചെയ്യണം. അതേപോലെ ചെയ്യാതെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്ന് പോയി ചെയ്യടേ. കിണ്ണ അപ്ഡേറ്റ് അല്ലേ വന്നേക്കുന്നത്. നമ്മുടെ ഗെയിമിൽ നല്ല അപ്ഡേറ്റ് വരുമ്പോൾ നീയൊക്കെ എങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റുമോ? നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നെറ്റ് പോയാലും കുഴപ്പമില്ല, പക്ഷേ കുഴപ്പമില്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്തു ഗൈസ്. എനിക്ക് ഈ അപ്ഡേറ്റ് കുറേ ഇഷ്ടപ്പെട്ടു, കുറേ അധികം എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് മെക്ലാറൻ കാറും കാര്യങ്ങളും മറ്റും വരിക. അപ്പം നമുക്ക് എന്തായാലും നേരെ മെക്ലാറൻ കാറിൻ്റെ വീഡിയോയിലേക്കും മറ്റും പോകാം മറ്റും. അപ്പം നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പം നമ്മുടെ മെക്ലാറൻ സ്പോർട്സ് കാറാണ് ഗൈസ് നോക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഈ മെക്ലാറൻ സ്പോർട്സ് കാറും മറ്റും. ചീറ്റ് കോഡ് എന്ന് പറയുമ്പം 4000 ആണ് മക്കളെ നമ്മുടെ മെക്ലാറിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറയുമ്പം. അപ്പം മെക്ലാറൻ കാർ എന്ന് പറയുവാണെങ്കിൽ കിണ്ണം കാറാണ്, എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. പക്ഷെ ഞാനൊരു ഇന്ത്യൻ കാർ ലവറാണ്, അതുകൊണ്ട് ഞാൻ ഇതധികം യൂസ് ചെയ്യാറൊന്നുമില്ല. എനിക്കിത് യാതൊരു ഉപകാരവും ഇല്ല എനിക്കിതും കൊണ്ട്. പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും കോണ്ടസ്റ്റോ അങ്ങനെ കാറുകളുടെ ജമ്പിങ് കോണ്ടസ്റ്റോ അങ്ങനെ വല്ലതും നമ്മൾ നടത്തണമെങ്കിൽ, നമ്മുടെ ചാനലിൽ നടത്തണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ജമ്പിങ് കോണ്ടസ്റ്റും മറ്റും ഒക്കെ നടത്തണമെങ്കിൽ മാത്രം. ചിലപ്പം ഞാൻ നടത്താൻ ചാൻസ് ഉണ്ട്, നമ്മളതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, ഏതൊക്കെ കാർ വെച്ച് ചെയ്യണം, എന്തൊക്കെ വെച്ച് ചെയ്യണം. അപ്പോൾ മറ്റുപേര് നമ്മളെന്തായാലും ഇന്നോവ കാർ ഓടിച്ച പോലെ തന്നെ മെക്ലാറിനും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻഡോർ വ്യൂ എന്ന് പറയുമ്പം. ഔട്ട്ഡോർ എനിക്ക് എല്ലാ കാറിൻ്റെ ഔട്ട്ഡോറാണ് കേട്ടോ ഇഷ്ടം. ഞാനിപ്പോഴേ പറയാം, കാറായാലും ബൈക്കായാലും എനിക്ക് ഔട്ട്ഡോറാണ് കൂടുതലും ഇഷ്ടം. പിന്നെ ബസ് മാത്രം ഞാൻ എപ്പോഴും ഓടിക്കുമ്പം ഇൻഡോറാണ്. എനിക്ക് ബസ് ഓടിക്കുമ്പോൾ ഇൻഡോർ വേണം ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ് ഓടിക്കുമ്പോൾ ഇൻഡോർ. ആ ഒരു വല്ലാത്ത ഫീലാണ്, നമ്മൾ ഒറിജിനൽ ബസ്സിൻ്റെ അകത്തിരിക്കുന്ന പോലെയാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്പീഡ് അറിയണമെങ്കിൽ എനിക്ക് കൂടുതലും തോന്നുന്നത്, എനിക്ക് അറിയാതെ ഇരിക്കുന്നെങ്കിൽ അത് ബസ്സിനാ. ഇൻഡോർ ഇട്ട് ഓടിക്കുമ്പം സ്പീഡ് അറിയത്തില്ല. അതിപ്പം എല്ലാ വണ്ടിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇൻഡോർ ഇട്ട് ഓടിക്കുമ്പോൾ അധികം സ്പീഡ് തോന്നത്തില്ല. അപ്പം ഈ ഒരു വലിയ അപ്ഡേറ്റ് തന്നതിന് നമ്മുടെ ഈ ഗെയിമറിന് നല്ലൊരു നന്ദി അറിയിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും താങ്ക് യു ഗെയിമറിന് ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. വേണ്ടവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇത്രയും വലിയ അപ്ഡേറ്റും ഇന്നോവ കാറും മറ്റും ഒക്കെ തന്നാലേ മറ്റും പേര്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നന്ദി കാണിക്കണ്ടേ. അപ്പോൾ നമ്മളെന്തായാലും ഇന്നോവയെ ഓടിച്ചു, മെക്ലാറൻ ഓടിച്ചു. ഇനി നമുക്കെന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നില്ല മറ്റുപേര്. നമ്മളിനി പ്രോപ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പ്രോപ്സ് നോക്കാൻ തുടങ്ങാം മറ്റുപേര്. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പം GT5 ആൻഡ് പോർഷെ കാർ മറ്റുപേര്. അപ്പോൾ നമ്മൾ പോർഷയല്ലേ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതേലോ നമ്മുടെ RGS മെനുവിൽ പോയി ലിങ്കൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണാലുള്ളി GT5 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഞാൻ GT5 പോയി ഡൗൺലോഡ് ചെയ്യണം. GTA5 ഇപ്പം ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ GTA5ൻ്റെ MB എന്ന് പറയുമ്പം 148 MB, 143 30 എങ്ങാണ്ട് MB ഉണ്ട്. അതിൽ നമുക്ക് കംപ്രസ് ചെയ്ത് കിട്ടുമ്പോൾ 150 MB തികച്ചാകും. അടുത്തായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ Porsche.glb, അതും നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിന് 100 സംതിങ് തന്നെ വരുന്നുണ്ട് MBയും കാര്യങ്ങളൊക്കെ.
അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീണ്ടും ഗെയിമിൽ കയറുക. എന്നിട്ട് ഗെയിമിലോട്ട് റീസ്റ്റാർട്ട് ചെയ്ത് പോവുക. എന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുക. മാക്സിമം വീട്ടിൻ്റെ പുറത്തു നിന്ന് ഇറങ്ങിയേ നിങ്ങളെല്ലാം ചെയ്യുള്ളൂ. എന്നിട്ട് ഇവിടെ ആർജിഎസ് മെനുവിൽ കയറുക, ലോഡെ പിടിച്ച് വെക്കുക. ലോഡെ പിടിച്ച് വെക്കുമ്പോൾ നിങ്ങൾ നേരെ ഫയൽ മാനേജറിലോട്ട് പോകും. അവിടുന്ന് നിങ്ങൾ നേരെ ആദ്യം പോയി Porsche.glb തപ്പണം. ഞാൻ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുക. Porsche.glb തപ്പണം. Porsche.glb തപ്പുമ്പോഴത്തേക്കും നിങ്ങൾക്ക് Porsche.glb കിട്ടുന്നതായിരിക്കും മച്ചുപേരി. അങ്ങനെ Porsche.glb നിങ്ങൾ തപ്പിയെടുത്തതിന് ശേഷം നിങ്ങൾ നേരെ വരിക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അന്നേരം എഴുതി കാണിക്കത്തില്ല ഒന്നും. ഇപ്പം നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് Porsche വന്നു കഴിയുമ്പോൾ നിങ്ങൾ നേരെ ബാക്ക് പോവുക, റീസ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് ഗെയിം എഴുതി കാണിക്കും, Porsche.glb എഴുതി കാണിക്കും. അങ്ങനെ എഴുതി കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് വരേണ്ടത് എന്നാന്ന് വെച്ചാൽ GTA 5 ആണ് മച്ചുമേരി. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി അവിടുന്ന് തന്നെ നേരെ പോയി GTA 5 തപ്പണം. GTA 5 തപ്പിക്കഴിയുമ്പം GTA 5.glb എന്ന് കാണും. അതേ ക്ലിക്ക് ചെയ്യണം. അതേ ക്ലിക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ തപ്പി ഏകദേശം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം അതേ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. എന്നാൽ നിങ്ങൾ ഉടനെ ടെൻഷൻ ആയിട്ട് നിങ്ങൾ നേരെ ഗെയിം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലാവും? ഞാൻ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും കയറി കഴിയുമ്പം ഇവിടെ GTA 5 city.glb ഉടനെ അതേ ഞെക്കരുത്. നിങ്ങൾ നേരെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുക. എന്നിട്ട് ശാന്തമായിട്ട് പയ്യെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞെക്കുമ്പം നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് ലേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പയ്യെ അത് ആടാവും. ഇവിടെ ആടായി വരുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഒരു വർക്കും ചെയ്യരുത്. നിങ്ങൾ നടക്കുകയോ ഒന്നും ചെയ്യണം. കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുക. ഒരു 10-15 മിനിറ്റ് നിന്നാൽ മതി. അധികം നേരം ഒന്നും നിൽക്കണ്ട. അവിടെ നിന്ന് കഴിയുമ്പം താനെ സിറ്റി അങ്ങോട്ട് ഡൗൺലോഡ് ആയിരുന്നു. ഇത് നമ്മുടെ പഴയ വീട് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമുക്ക് ചെറിയ സാഹചര്യത്തിൻ്റെ പിരിമുറുക്കം മൂലം ഡിലീറ്റ് ചെയ്യേണ്ടി തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ GTA 5 സിറ്റി. പ്രത്യേകിച്ച് നിങ്ങൾ ആടാക്കണം എന്ന് പറഞ്ഞത്രയും, അതായത് ഏകദേശം നമുക്ക് ആദ്യം കിട്ടിയ റൂമറിൻ്റെ അതിനേക്കാളും ഇച്ചിരിയും കൂടെ ആടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഡെവലപ്പർ. ഇവിടെ ഞാൻ നിങ്ങളെ ഫുൾ ചുറ്റി നടന്ന് കാണിക്കുന്നത് കാണാം. ഇപ്പം നമ്മൾ ഡോൺ വ്യൂ ഓണാക്കും. ഡോൺ വ്യൂ ഓണാക്കിയിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ പൊക്കത്തോട്ട് പോയി നിങ്ങളെ ഫുള്ള് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഡോൺ വ്യൂ ഓണാക്കാനായിട്ട് തുടങ്ങുകയാണ് മച്ചുമേരി. അപ്പോൾ ഞാൻ ഇവിടെ ഡോൺ വ്യൂ ഓണാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ഫോണിലാണ് കളിക്കുന്നത്. നിങ്ങളവർക്കും ബഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല, പിന്നെ എങ്ങനെ പെട്ടെന്ന് കിട്ടിയെന്ന്. അത് കഴിച്ച് ഞാൻ ഇത് കളിച്ച് വേറൊരു ഫോണിലാണ്, കാരണം നമ്മുടെ ഫോണിൽ ബഗ് വരുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി, ഡോൺ വ്യൂ കാണിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ഫോണിൽ കളിച്ചാണ് മച്ചുമേരി. അപ്പോൾ ഇതാണ് നമ്മുടെ വൺ ആൻഡ് ഓൺലി എന്നതാ GTA 5 സിറ്റി മച്ചമ്പേരി. ഇതാണ് നമ്മുടെ GTA 5 സിറ്റി. ഇങ്ങോട്ടൊക്കെ മാറുവാണെങ്കിൽ കുറേ കണ്ടെയ്നർ, ഇതൊക്കെ ഞാൻ തന്നെ ആടാക്കിയിട്ടാണ്. നമ്മുടെ പ്രോപ്സൊക്കെ വെച്ച് ആടാക്കിയതാണ്. കണ്ടെയ്നറൊന്നും നിങ്ങൾക്ക് കാണത്തില്ല. ഇവിടെ കുറേ ഷിപ്പ് എടുക്കുന്ന നല്ല ഏതാണ്ടൊക്കെ ഉണ്ട്. എനിക്ക് GTA 5 പറ്റി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അധികമൊന്നും അറിയത്തില്ല. പിന്നെ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ അത് നിങ്ങളെ അറിയിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ മോശമല്ലേന്ന് ഓർത്താണ് ഞാൻ നിങ്ങളെ അറിയിച്ചത്. നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മൾ അപ്ഡേറ്റ്സ് ഇടുമെന്ന്. ഇത് ഈ സ്കിറ്റുകൾ മാത്രമല്ല, സ്കിറ്റ് എങ്കിലും ഇച്ചിരിയും കൂടെ കൂടുതൽ വരുമെന്നേ ഉള്ളൂ. നമ്മളൊരു കോൺടെസ്റ്റൊക്കെ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ഹാഫിൽ പറഞ്ഞിരുന്നുണ്ട്. കോൺടെസ്റ്റൊക്കെ ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട്. നമ്മളതിനെപ്പറ്റി ആലോചിച്ചേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പം കോൺടെസ്റ്റൊക്കെ എല്ലാവരും മാക്സിമം കാണണം. അടുത്ത് തന്നെ നെക്സ്റ്റ് മന്തിന് മുമ്പേ നമ്മളിടും. ഇച്ചിരി ലോങ് ഡേറ്റ് വേണം. ഏതൊക്കെ വണ്ടി പങ്കെടുപ്പിക്കണം, എവിടെ ചെയ്യണം എന്നൊക്കെ വെച്ച് തപ്പണം. നിങ്ങളൊക്കെ അറിയാലോ, ഞാനൊരു പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം അതിൻ്റെ ചില സാഹചര്യത്തിൻ്റെ ഇതൊക്കെ കാണും. അപ്പോൾ മറ്റു വരെ അതൊക്കെ വിട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റി. അടിയിലോട്ട് റോഡുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ചില ഭാഗത്തൊക്കെ അടിയിലോട്ട് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്കെന്തായാലും ഇത്ര ലോങ് മാപ്പിനോടൊന്നും താല്പര്യമില്ല. നമുക്കന്ന് നമ്മുടെ ഇന്ത്യൻ തന്നെ മതിയേ. അപ്പം ഇതിനി എങ്ങനെയാണ് നമ്മൾ തിരിച്ച് ഗെയിമിലോട്ട് പോകേണ്ടതെന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. നമ്മളതും ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സിറ്റി. എത്ര കൊല്ലം നിങ്ങൾ
ഈ GTA 5 സിറ്റി ആടാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ എത്ര കൊല്ലം വെയിറ്റ് ചെയ്തില്ലേ മച്ചന്മാരെ. അവസാനം 2025 കൂടി നമുക്ക് ദവാണാനുള്ളി GTA 5 സിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് പൂർവാധികം സന്തോഷമായി. അപ്പം നമ്മുടെ വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് മച്ചന്മാരെ. അപ്പം ടാറ്റ, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.